ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുള്ളായിട്ടൊരു ഇരുട്ടുമയായിരിക്കും. കാരണം ഞങ്ങൾ രാത്രി ഒരു ചെറിയൊരു ഡ്രൈവിന് ഇറങ്ങിയേക്കുകയാണ്. ഞങ്ങൾ കുറച്ചപ്പുറത്ത് പോയിട്ട് കോടഞ്ചേരി എത്തുന്നതിൻ്റെ മുന്നേ ഒരു കടയുണ്ട്. അവിടുന്ന് നമുക്ക് പന്നിയും ബീഫും അപ്പവും കപ്പയൊക്കെ തിന്നാ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് പോകുന്നത്. കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അത് അടവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ഒരു റീൽസ് എടുക്കാനുള്ള ഒരു ഇതാണ്, ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി. ഓവല്ലേ? ആ റെഡി. അതൊന്നും കിട്ടുന്നില്ലല്ലോ. അമ്പാടി പോവാ 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 പറയേ. അവിടെ ചേട്ടല്ല ആണറിയല്ലേ അമ്പാടി. അമ്പാടി കുറച്ച് ദൂരം പോവാനില്ലേനോ? ഹായ് അറിയില്ലേ? എനിക്ക് രാത്രി ആയിട്ട് അങ്ങനെ വഴിയൊന്നും മനസ്സിലാവും. അപ്പൊ ചിന്നാൻ പോവാ പറ. അപ്പൊ ചിന്നാൻ പോവാ പറയടാ. അമ്പാടിയുടെ 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 ഏടെ ഇതാരാ അതാരാ? പാട് പാട് അമ്പാടി പാട്ടോടെ. കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞിന്റെ ഫോണിന്റെ കൊടുക്കാൻ ഞാൻ കാക്കേ കാക്കേ നീ തരുമോ നിങ്ങളുടെ കയ്യിലെ നെയ്യപ്പം. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടഞ്ചേരി ഭാഗത്താട്ടോ ഒരു കട വന്നിട്ടുള്ളത്. റിലാക്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഞായറാഴ്ച അത് ഒഴിവാണ്. അപ്പോൾ ഞങ്ങൾ 2 ഞായറാഴ്ച പോയി. ഞങ്ങൾക്ക് 2 ഞായറാഴ്ചയും കിട്ടിയില്ല. അതിന് ഒരു വട്ടം അതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു വേറെ ഒരേട്ട ദിവസം. അന്ന് ഞങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ഫുഡാട്ടോ അവിടുത്തെ പന്നിയും ബീഫോ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ പച്ചൻ പറഞ്ഞ് എന്നാ പന്നി കഴിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണേ. പുറമ്പാത്തി എത്തുന്നതിൻ്റെ മുന്നേ ആ പാലത്തിലാണ് അവിടെ നല്ല ചേമാണ്. ഞാൻ ബുദ്ധി പൊടി തുടങ്ങിയ ഇവിടുന്ന് ഇവിടെ ഒന്നുണ്ട്. വെറുതെ അവരുടെ വെറുതെയാണ്. ഇതാണ് ഉറപ്പാത്തി. ഇതാണ് ഉറപ്പാത്തി. എന്താ എത്തിയപ്പോ അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുകയും കൂടി ആയതുകൊണ്ട് രാത്രിയൊക്കെ ഓടിക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഓടിച്ച് അങ്ങനെ പേടിയൊക്കെ കുറേയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഓടിച്ചല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇപ്പം കുഴപ്പമില്ലാണ്ട് എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കയറ്റത്തിൽ കുത്തനെയുള്ള കയറ്റത്തിൽ നിർത്തിയിട്ട് എടുക്കാനുള്ളതും അതൊന്നും പഠിക്കാനുണ്ട്. മറ്റേ ക്ലച്ചും ആക്സിലേറ്ററും കൊടുത്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ എനിക്കൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നത്. അതും കൂടി ഒന്ന് ശരിയായിരുന്നെങ്കിൽ എനിക്ക് എല്ലായിടത്തേക്കും ഒന്ന് വണ്ടി എടുത്ത് പോകാൻ കുറച്ച് പേടിയില്ലാതെ എടുത്ത് പോകാമായിരുന്നു എന്നെനിക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്. അതിനിപ്പോൾ ഒരു ദിവസം ഇനിയിപ്പോൾ വണ്ടി എടുത്തിട്ട് അത് പഠിക്കാനായിട്ട് മാത്രമായിട്ട് പോകേണ്ടി വരും. ഇപ്പം നമ്മൾ പോകുന്ന കടയിൽ ഒരു അപ്പം ഉണ്ട് കേട്ടോ, കള്ളപ്പം. കുറച്ച് കട്ടിയിലുണ്ടാവുക. അത് കഴിക്കാൻ നല്ല രസമാണ്. അതിൻ്റെ ഒപ്പരം ആ പന്നിക്കറിയും ബീഫ് കറിയും കൂട്ടി കഴിക്കാനാണ് നല്ല രസമുള്ളത്. അത് നല്ല കോമ്പിനേഷനാണ്. പിന്നെ കപ്പേൻ്റെ ഒപ്പരം നല്ല രസമാണ്. പിന്നെ ഇവർ അതിൻ്റെ ഒപ്പം ഒരു ചമ്മന്തി തരുന്നുണ്ട്. അത് നല്ല രസമാണ് കേട്ടോ. കപ്പേൻ്റെ ഒപ്പരമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ട്. വിനാഗിരിയൊക്കെ ആക്കിയിട്ട് പച്ചമുളകൊക്കെ ആക്കിയിട്ടുള്ള ഒരു ചമ്മന്തി.
തിരിച്ചുണ്ടാവില്ല. തീരെ ഇടയില്ലെങ്കിൽ ഇപ്പം ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടോ. ഈ കട വലിയ കടയൊന്നുമല്ല, ചെറിയൊരു തട്ടുകട പോലത്തെ ഒരു ഇതിലാണ്. അപ്പോൾ ഞങ്ങൾ വരുന്നതിൻ്റെ മുന്നേ ഭയങ്കര തിരക്കായിരുന്നു എന്ന് അവർ പറഞ്ഞു. അവിടെയുള്ള ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ആ ചേട്ടൻ തന്നെയാണ് ഫുഡ് എടുത്ത് തരുന്നതും ഉണ്ടാക്കുന്നതും വൃത്തിയാക്കുന്നതും ക്യാഷ് മേടിക്കുന്നതും ഒക്കെ. അവരുടെ കട അവർ തന്നെ ഒറ്റയ്ക്ക് നോക്കുന്നു. പല്ലടിച്ചിരിക്കി പൊട്ടിച്ചിരിക്കി പൊട്ടിച്ചിരിക്കി. അപ്പുറത്തൊരു ചേട്ടൻ ഇരുന്നിട്ട് ഫോണിൽ വീഡിയോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കോപ്പിറൈറ്റ് വരുമോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ മ്യൂട്ടാക്കിയത്. ഇനി പറയുന്നിടത്ത് ചിലപ്പോൾ അത് വോയിസ് വരും. ഇത് ബീഫും ഇത് രണ്ടും അപ്പോൾ നമ്മൾ ഐറ്റംസൊക്കെ വന്ന് 2 പന്നിയും 1 ബീഫും പിന്നെ അപ്പവുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അപ്പം കേട്ടോ. ഇത് കള്ളപ്പമാണ്. നല്ല കട്ടിയുണ്ടാവും അപ്പത്തിൻ്റെ ഒപ്പം ഇത് കഴിക്കാനാണ് സൂപ്പർ. അപ്പുറത്തിരിക്കുന്ന ആ ചേട്ടൻ ആ ഫോണിൽ വീഡിയോ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നോക്കുക. അപ്പം ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചേ. എരിയുന്നുണ്ടാമ്പാടി? എരിയുണ്ട്. ചെറിയ എരിവല്ലേ ഉള്ളൂ. കങ്കാരു ആണോ അത്? ക്യാരറ്റ് തിരിഞ്ഞില്ല. അമ്പാടീനെ പിടിച്ചോ. ക്യാഷ് കൊടുക്കുന്നിടത്തൊരു ചേട്ടനെ കണ്ടില്ലേ? ആ ചേട്ടനാണ് കേട്ടോ ആ കടേൻ്റെ ഓണർ. അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണേ. ഞാൻ വണ്ടി തിരിച്ചിട്ട് കയറാൻ വേണ്ടി നിൽക്കുക ഇവരെല്ലാവരും. ഞാനാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഇടാതെ മുന്നോട്ട് വണ്ടി എടുത്ത് പോയിട്ട് തിരിക്കാൻ പോകുന്നത്. വണ്ടി നൈറ്റ് അങ്ങനെ വണ്ടി ഓടിക്കുന്നില്ലല്ലോ. അപ്പോൾ എടുക്കുമ്പോൾ അത് മറന്നുപോകും. ഇവിടെ വെളിച്ചമുണ്ട്, അപ്പോൾ മുന്നിൽ കാണാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മറന്നുപോയി. അവിടുന്ന് തിരിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഹെഡ്ലൈറ്റ് ഇടുന്നത്. അവിടെ തിരിക്കുന്നിടത്തുനിന്ന് മുന്നിലൊരു ഓപ്പോസിറ്റ് ഒരു കടയിൽ ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ആ ചേട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ലൈറ്റ് ഇടാത്തതുകൊണ്ടായിരിക്കും ചേട്ടൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടാവുക. അയ്യേ, ഞാനത് മറന്നുപോയി.
നിർത്തി. ആ എന്നാ ലൈറ്റ് ഇട്ടോ ഇനിയിപ്പോ. നേരത്തില്ലേ അങ്ങോട്ട് വെക്കുവോ? ഇല്ല, എൻ്റെ അമ്മ എ സി അല്ലെങ്കിൽ സില്ല് തൊക്കെ എന്തെങ്കിലും ഇല്ല. വെച്ച കിട്ടോളൂ. കപ്പയിൽ നിന്ന് ബീഫും കഴിച്ച് വെള്ളറച്ച് പോവുകയാണ്. ടേസ്റ്റ് എന്ന് പറയാം, ചിലരൊക്കെ ശരിയാവാം. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആരോട് വന്നാലും ഓലൊക്കെ അവിടെ വന്നവരുമാണ് അവർക്ക് ഇഷ്ടം. മെനിയാന്ന് ഞങ്ങൾ അവിടുന്ന് അങ്ങനെ പച്ചക്കറി അരിയുന്നിടത്തുനിന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ദീപ ചേച്ചി അറിയുന്ന നല്ല ടേസ്റ്റാണ്. എന്നാ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അച്ഛൻ കഞ്ഞി ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് രസമല്ലായിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെ പറയത്തക്ക പെണ്ണങ്ങോട്ട് എരിവ് അങ്ങനെ ജാസ്തി ഇല്ല. എരിവില്ല. മക്കൾക്കും തിന്ന. അമ്പാടി എത്ര കഷ്ണം തിന്നാന്നറിയാം. അമ്പാടി ആ കട്ടിയുള്ള അച്ഛന് ഫുഡ് ഇഷ്ടമായിണ്. പക്ഷേ നിങ്ങൾ പറയത്തക്ക വിധത്തിലുള്ള അത്രയും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ, ടേസ്റ്റ് ആണല്ലോ. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ വലിയ ഹൈപ്പ് കൊടുത്തിട്ട് അങ്ങനെയുള്ളതല്ല, എന്നാലും നല്ല രസമുണ്ട് കറിയും അപ്പോൾ എല്ലാം കഴിക്കാനേ. ഇത് അമ്പാടി ഭയങ്കര കരച്ചിലാണ്. ഓന് പാൽ കുടിക്കാൻ വേണ്ടിയുള്ള കരച്ചിലാണ്. അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് അവനുള്ളതാ ചില സമയത്തൊക്കെ ഈ കരച്ചിൽ. കൂട്ടുകാരിയല്ലേ? നമ്മൾ വീട്ടിൽ എവിടെ എത്തി കേട്ടോ. എനിക്കിനി വണ്ടി പാർക്ക് ചെയ്യാൻ പോകണമല്ലോ. അപ്പോൾ അവർ ഇറങ്ങിപ്പോയേ. അമ്പാടി അല്ലെങ്കിൽ പിന്നെയും കരച്ചിലായിരിക്കും. ആൾ വീട്ടിലെത്തുന്നവരേ കരഞ്ഞിട്ടുള്ളൂ. വീട് തുറന്ന സമയത്ത് ഒരു പൂച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനൽ തുറന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ പൂച്ച കയറി. ആ പൂച്ചേനെ കണ്ടപ്പോൾ ആൾ കരച്ചിൽ നിർത്തി. ഞാനാണെങ്കിൽ പാർക്ക് ചെയ്തിട്ട് വേഗം വന്ന് നോക്കിയതാ. അപ്പോൾ നോക്കുമ്പോൾ ആളതാ ഒരു പൂച്ചലും ഇല്ലാതെ അവിടെ കുത്തിരുന്നിട്ടല്ലേ. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.